This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. കർണാടക വനാന്തരങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തേജസ്വിനി പുഴയിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 250ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നവജ്യോതി കോളേജ് കന്നിക്കളം, കോഴിച്ചാൽ LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ കോഴിച്ചാൽ LP സ്കൂളിൽ മാത്രം 170ഓളം പേർ കഴിയുന്നുണ്ട്. ദുരിതബാധിതർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക വൈദ്യസഹായവും മരുന്നുകളും എത്തിച്ചു നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കോഴിച്ചാൽ സെന്റ് അഗസ്റ്റ്യൻസ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചു വരികയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ 8-10 വാർഡുകളിലുള്ള 178 ആളുകളാണ് ഈ ക്യാമ്പിൽ ഇവിടെ ഉള്ളത്. 178 പേരിൽ 76 പേർ പുരുഷന്മാരും 72 പേർ സ്ത്രീകളും ബാക്കി കുട്ടികളുമാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ആരംഭിച്ച ക്യാമ്പ് ഇന്ന് രാവിലെ അവസാനിപ്പിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ ഇന്നിപ്പോ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ മുഴുവൻ ആളുകളെയും കാലാവസ്ഥ അനുകൂലമായി സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ചിട്ട് മാത്രമേ ക്യാമ്പിന്റെ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ. ക്യാമ്പിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, ദ്രുതകർമ്മസേന, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സജീവമായി ഇവിടെ എത്തിച്ചേരുകയും അതുപോലെ തന്നെ MP, MLA, ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ജനപ്രതിനിധികളുടെ എല്ലാവരും ഈ ക്യാമ്പിൽ വന്ന് ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിഭവ സമർത്ഥമായ തന്നെ ഭക്ഷണം ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ, സന്നദ്ധ പ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണയാണ് ഈ ക്യാമ്പിനെ ഇത്രയും മനോഹരമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുപോലെ ഈ ഒരു സൗകര്യം വിട്ടുതന്ന സ്കൂൾ മാനേജ്മെന്റും നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനും മുഴുവൻ സമയവും ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട 8ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി ബിജി കെ ജോൺ മുഴുവൻ സമയവും ഇവിടെ ഉണ്ട്. അപ്പോ ഞാനും ബിജി കെ ജോണുമാണ് ഇതിന് പഞ്ചായത്ത് മെമ്പർമാരെന്ന നിലയിൽ നേതൃത്വം കൊടുക്കുന്ന 2 പേർ. ബാക്കി നാട്ടിലെ ആളുകൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്കുണ്ടായ നഷ്ടം എത്രയും വേഗം വീടുകൾക്കും അതുപോലെ തന്നെ ഇവരുടെ കൃഷികൾക്കും അതുപോലെ വളർത്തു മൃഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ കണക്കെടുത്തിട്ടുണ്ട്. എത്രയും വേഗം നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇവർക്ക് വീടുകളിലേക്ക് സ്വസ്ഥമായി തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള പ്രാർത്ഥന. കാണാതായവരുടെ തെരച്ചിൽ 2 ദിവസമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കർണാടക ഫോറസ്റ്റിൽ വീണ്ടും ഉരുൾപൊട്ടി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അല്ല, വീട്ടുകാർ തൃപ്തികരമല്ല എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. കാരണം തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്തുള്ള ഒരു സ്ഥിതിയല്ല ഇവിടുത്തെ പുഴയുടെ സ്ഥിതി. വളരെ രൗദ്രഭാവത്തിൽ പുഴ ഒഴുകുമ്പോൾ അവിടെ ആ പുഴയിൽ തിരച്ചിൽ നടത്തുക മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യസാധ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അല്ല, ഏത് വന്നാലും നമുക്ക് ഇവിടെ വേണ്ട കയാക്കിംഗ് ബോട്ടിലൂടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി എന്താ പറയാ, ഈ കാടുകൾ അതുപോലെ തന്നെ ഈ മരത്തിന്റെ ഒക്കെ വലിയ ശിഖരങ്ങളൊക്കെ തടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തിരച്ചിൽ ദുഷ്കരമാണ്. ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഇപ്പം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്ത് സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹം ഇന്നിവിടെ എത്താമെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ല. പിന്നെ മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്നത് ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ദ്രുതകർമ്മ സേനയുടെ അംഗങ്ങളും ഫയർഫോഴ്സ് അടക്കം ചെയ്തു വരുന്നു. ആരോഗ്യവകുപ്പ് നമ്മൾ പ്രധാനമായിട്ടും മെഡിക്കൽ വൈദ്യസഹായങ്ങളാണ് കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. അവർക്കായിട്ടുള്ള പെട്ടെന്ന് വീടുകളിൽ വന്ന ആളുകളാണ്, പെട്ടെന്ന് മരുന്നൊന്നുമില്ലാതെ വീടുകളിൽ വന്ന ആളുകളാണ്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ 2 ക്യാമ്പിൽ, കോലുവള്ളി നവജ്യോതി കോളേജിൽ അതുപോലെ ഇവിടുത്തെ ക്യാമ്പിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഇവിടെ അതുപോലെ
പെട്ടെന്ന് ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. പനിയുള്ള ആളുകൾ ഇതിന്റെ കൂടെ ഉണ്ട്, ദീർഘസമുദായ രോഗമുള്ള ആളുകളുണ്ട്, പ്രഷറുള്ള ആളുകളുണ്ട്, ചൂടുള്ള ആളുകളുണ്ട്. എല്ലാം വേണ്ട മരുന്നുകളെല്ലാം ലഭ്യമായിട്ടുണ്ട്. എല്ലാം ഡോക്ടറെ പരിശോധിച്ചിട്ട് വേണ്ട രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഫീൽഡിൽ നമ്മൾ വെള്ളം കയറിയ വീടുകളൊക്കെയാണ്. വെള്ളം കയറിയ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്സിസൈക്കിൾ, ഇടിപ്പനിക്കുള്ള ഡോക്സിസൈക്കിളും ഗുളിക, അതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, എല്ലാ വിഭാഗത്തിലും സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അവർക്കും അസുഖങ്ങൾ വരാതിരിക്കണം, അവർക്ക് വേണ്ട ഡോക്സിസൈക്കിൾ ഗുളിക നമുക്ക് കൊടുക്കുന്നു. പിന്നെ വെള്ളം കയറിയ കിണറുകൾ ശുചീകരിക്കാൻ വേണ്ടി ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇന്ന് 11 ടീമായിട്ട് നമ്മുടെ ടീം നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ പോയിട്ടുണ്ട്. ഏകദേശം 100ഓളം ആരോഗ്യ പ്രവർത്തകർ കീഴിലുണ്ട്. അവരും ക്ലോറിനേഷൻ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.